ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഉഴുന്ന് പരിപ്പാട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ആ ഒരു ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ പച്ചക്കപ്പലണ്ടി ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കൈപ്പിടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 6 വറ്റൽമുളകാട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവ് ഇത്തിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാം, എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തതാട്ടോ. അത്യാവശ്യം വലുപ്പത്തിലൊക്കെ തന്നെ കേട്ടോ. അതൊന്ന് അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് സൈസിലൊന്നും വലിയ പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ സവാള ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. സവാളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. അപ്പം അങ്ങനെ അതേ സവാളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ടോ. ഇത് മീഡിയം സൈസിലുള്ള വലിയൊരു തക്കാളിയാട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരൊറ്റ തക്കാളി മാത്രമാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തക്കാളി ഈ പറഞ്ഞ പോലെ ചെറിയ പീസാക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ദോശക്കൊക്കെ തേങ്ങ ചമ്മന്തിയാണ് നമ്മൾ മിക്കവാറും ഉണ്ടാക്കാറ്. ഇപ്പോൾ തേങ്ങ കിട്ടാനില്ല. തേങ്ങയുടെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 85 90 ആട്ടോ 1 കിലോന് വരുന്നത്. അപ്പം അങ്ങനെ ആയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികളൊക്കെ പരീക്ഷിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങ ചമ്മന്തിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി ഇതേ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആ ഒരു കടല ഇട്ടിട്ടില്ല, കപ്പലണ്ടി, ആ ഒരു സംഭവം നമ്മൾ ആ ഒരു തേങ്ങയുടെ ആ ഒരു ഫീലും കൂടെ നമുക്കിതിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിലെ വറ്റൽമുളകാണ് എരിവിന് ഇട്ടിട്ടുള്ളത്. ഒരിത്തിരി കളറിന് വേണ്ടിയിട്ട് മാത്രമാട്ടോ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മസാല ഒക്കെ ഇട്ട് കൊടുത്തതും എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഏകദേശമൊക്കെ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. ഒരുപാട് ചൂട് പോകാനുള്ള ടൈമില്ല, കാരണം സ്കൂളിലേക്കൊക്കെ പോകേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ മിക്സിയുടെ ജാറിലേക്ക് തട്ടി കൊടുത്തു. നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി വേറൊരു പണിയില്ല. ഈ ഒരു അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചമ്മന്തി റെഡിയായി. ഇനി ഗ്യാസിൽ വെച്ചിട്ട് കത്തിക്കാനോ കടുക് പൊട്ടിക്കാനോ ഒന്നും നിൽക്കണ്ട. അപ്പോൾ ഇതേ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ആ ഒരു ചമ്മന്തി അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് അടിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇതേ നല്ല തിന്നായിട്ടുള്ള ദോശ കേട്ടോ. അതും നല്ല നെയ്യൊക്കെ ഒഴിച്ച് മുരുമുരാന്നിരിക്കുന്ന ആ ഒരു ദോശയ്ക്ക് നമ്മുടെ ഈ ഒരു ചമ്മന്തി കിടിലൻ കോമ്പിനേഷൻ ആട്ടോ. പിന്നെ അതിന് വേറെ ഒരു കറിയും സാമ്പാറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ ഒരു ഒറ്റ കറി തന്നെ മതി കേട്ടോ. നമുക്ക് എത്ര ദോശയും കഴിച്ചെടുക്കാൻ പറ്റും, അത്രയും ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.